ഈ യാത്ര പോണത് വയനാട്ടിലെ ചൂരൽമലയിൽ കണ്ടു. കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂലൈ 30, നമ്മൾ ആരും തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു തീയതിയാണത്. ഈ വലിയ ദുരന്തം നടക്കുന്നതിന് മുമ്പുള്ള ചൂരൽമല, അതൊരു വീഡിയോയിലൂടെയാണ് കണ്ടിട്ടുള്ളത്. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നത്. ഈ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അതാണ് വയനാട്ടിലെ മേപ്പാടി, ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളൊക്കെ. കേരളത്തിൽ എടുത്തു പറയാൻ പറ്റിയ അതിസുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളിലൊന്ന് വയനാട്. അങ്ങനെ മേപ്പാടി എത്തി. മേപ്പാടി ജൂലൈ 30 റെസ്റ്റോറൻറ്റ്, നമ്മൾ ആരെ മനസ്സൊന്നും പോകാത്തൊരു റെസ്റ്റോറൻ്റാണത്. ഓർമ്മയില്ല ഇതാരതാന്നുള്ളത്. അവിടുന്ന് ഞങ്ങൾ ചൂരൽമല ലക്ഷ്യം വെച്ച് നീങ്ങി. ഏകദേശം 4-4:30 മണിയായിട്ടുണ്ടായിരുന്നു. തോട്ടം തൊഴിലാളികളൊക്കെ ജോലിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ ചൂരൽമല അങ്ങാടിയിലെത്തി. ചൂരൽമല അങ്ങാടിയിൽ നിന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ, ശരിക്കും പാലം കടന്ന് പോകണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ വേണം. അവിടെ താമസിക്കുന്ന ആളുകൾക്ക്, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങാടി തന്നെ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, 100 കണക്കിന് ആളുകൾ അവിടുന്ന് കാണാതായതും മരണപ്പെട്ടതുമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അല്ലാതൊരു മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണത്. അതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ട്രീ വാലി റിസോർട്ടിൻ്റെ ജീപ്പായിരുന്നു ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. അങ്ങനെ അതിലൂടെ നമുക്കറിയാം, ഈ പാലം നമുക്കെല്ലാവർക്കും വലിയ പരിചയമുള്ളൊരു പാലം തന്നെയാണ്. നമ്മൾ കണ്ടതാണ് അന്ന് നമ്മുടെ പട്ടാളത്തിൻ്റെ ദ്രുതഗതിയിൽ ഈ ഒരു പാലം പണിഞ്ഞതൊക്കെ. ആ പാലത്തിലൂടെ ഞങ്ങൾ മെല്ലെ അക്കരയ്ക്ക് നീങ്ങി. ഒരുപാട് ആളുകൾ അവിടെ കാണാൻ വരുന്നവരും അല്ലാതെയൊക്കെ ഉണ്ട്. പെർമിഷൻ എടുത്തിട്ട് പോകുന്നവരും, മുകളിൽ അവരെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അവിടുത്തെ ജോലിക്കാരുണ്ട്, എല്ലാം ഉണ്ട്. ഈ പാലം ഇങ്ങനെ കടക്കുന്ന സമയത്തൊക്കെ ഓർമ്മ വരുന്നത് അന്നത്തെ കാഴ്ചകളാണ്. നമുക്കറിയാം, അന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവപ്പെട്ടതും ഈ പാലത്തിലൂടെ അക്കരയ്ക്ക് ആളുകൾ പോയതും വന്നതൊക്കെ തന്നെ. ഞങ്ങൾ സുഹൃത്തുക്കൾ 3 ആളാണ് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ബഷീർ, അതുപോലെ തന്നെ സലാം അന്നത്തെ ഈ ഒരു ദൗത്യത്തിലൊക്കെ പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ അന്ന് തന്നെ അവിടെ എത്തി അതിന് വേണ്ട കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും കഴിവിൻ്റെ പരമാവധി അതിലേക്ക് സഹകരിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചെറിയൊരു കയറ്റം കയറി ഇങ്ങനെ പോകുമ്പോഴാണ് ആ പള്ളി കാണുന്നത്. ആ പള്ളിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഈ ഒരു അങ്ങാടി വലിയ സജീവമായിട്ട് എന്നും ഉണ്ടാകുന്ന ഒരു അങ്ങാടിയായിരുന്നു അല്ലേ. ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ 2 സൈഡിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പല്ല. എനിക്ക് ആ പള്ളി കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണം, കയറി കാണണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയപ്പോൾ സത്യത്തിൽ ഒരു അപകടാവസ്ഥയിൽ തന്നെയാണ്. പല ഭാഗങ്ങളും പൊളിഞ്ഞു വീഴാനായി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. എന്നിരുന്നാലും ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ